അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹിതരെ, ചരിത്ര പുസ്തകത്താളുകൾ ചിതൽ തിന്നുന്ന നവകാലത്ത് ജീവനുള്ള ചരിത്രങ്ങളെ കാതുകൾക്ക് സമ്മാനിക്കുന്നത് ഒരു പുണ്യപ്രവൃത്തിയായി ഞാൻ കാണുന്നു. സാഹിത്യ സർഗ പെരുമാറികൾക്കിടയിൽ ചില മൊഴിമുത്തുകൾ നിങ്ങളിലെത്തിക്കാൻ ഉദവി തന്ന അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. അതാ അങ്ങകലെ മക്കയിൽ പരിശുദ്ധ കഅബയുടെ മുറ്റത്ത് പുന്നാട നബി നിസ്കരിക്കുകയാണ്. അധർമ്മത്തിന്റെ മുൾവേലികൾക്കിടയിൽ സ്നേഹത്തിന്റെയും പുഞ്ചിരിയുടെയും ധർമ്മത്തിന്റെയും സെൽവാക്കുകളുമായി മുത്തുനബി അവരെയെല്ലാം അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിച്ചതാണ് അവർക്ക് പിടിക്കാത്തത്. നാളിതുവരെ ആരാധിച്ചു പോന്ന ദൈവങ്ങളെ പിരിയുന്നതും സമൂഹത്തിനിടയിൽ ഉണ്ടായിരുന്ന മാനവും വിലയും ഇടിഞ്ഞു പോകുമോ എന്ന ഭയവും അവരെ പ്രതികാരദാഹികളാക്കി. ചുറ്റുപാടും ഒരവസരത്തിനായി തക്കം പാർത്തു നിൽക്കുന്ന ഖുറൈശികൾ മുഹമ്മദിനെ ജനമധ്യത്തിലിട്ട് വഷളാക്കുവാൻ ഇത് തന്നെയാണ് മികച്ച സമയം. അവരുടെ ചർച്ചകൾക്ക് ചടുലത കൂടി. കഅബയുടെ സമീപത്ത് കുറച്ചു മാറി ഉഖബത്ത്, അബൂജഹൽ, ഉമയ്യത്ത്, ഷൈബത്ത് തുടങ്ങിയവർ മുത്തുനബിയെയും നോക്കി നിൽക്കുകയാണ്. മികച്ചൊരവസരം. ഇപ്പോൾ വേണമെങ്കിൽ എന്തും ചെയ്യാം. മുഹമ്മദ് ആരാധനയിലാണ്. അതാ കുറച്ചപ്പുറത്ത് ഒരൊട്ടകത്തിന്റെ കുടൽമാല കിടപ്പുണ്ട്. അതിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നു. നല്ല ഭാരവും കാണും. മുഹമ്മദ് സുജൂദിൽ കിടക്കുമ്പോൾ ആരാണിതെടുത്ത് തലയിലിടുക? അബൂജഹൽ ചോദിച്ചു. അനങ്ങാൻ കഴിയാത്ത മുഹമ്മദിനെ കണ്ട് നമുക്ക് പരിഹസിച്ചു ചിരിക്കാൻ. ഉടൻ തന്നെ ആവേശത്തോടെ ഉഖബത്ത് ചാടി എഴുന്നേറ്റു. ഞാൻ ചെയ്യാം, മറ്റൊരാളും എന്നെ സഹായിക്കേണ്ട, ഞാൻ ഒറ്റക്ക് ചെയ്യും. ഉഖബത്ത് കുടൽമാല വലിച്ചു കൊണ്ടുവന്നു. കഅബയുടെ പരിസരത്തുണ്ടായിരുന്നവരുടെ നാസകുഹരങ്ങൾ തുളച്ച് ദുർഗന്ധം അകത്തു കയറി. ആളുകൾ മൂക്ക് പൊത്തി. എന്തൊരു ദുർഗന്ധം! എവിടെ നിന്നാണിത്? ജനങ്ങൾ തിരിഞ്ഞു മറിഞ്ഞു നോക്കിയപ്പോൾ ഉഖബത്ത് പ്രവാചകരുടെ സമീപത്താണ്. സുജൂദിലുള്ള ഹബീബരെ കഴുത്തിലേക്ക് കുടൽമാല ഇട്ടു. തലയനക്കാനാവുന്നില്ല. അതിൽ നിന്നുള്ള ചീഞ്ഞളിഞ്ഞ ദ്രാവകം കഴുത്തിലൂടെ പടരുന്നുണ്ട്. വല്ലാത്ത ഭാരവും. മുത്തുനബി നിസ്സഹായനായി സുജൂദിൽ തന്നെയാണ്. ചുറ്റുപാടും പൊട്ടിച്ചിരികളും അട്ടഹാസങ്ങളും. സഹായത്തിനായി ഒരു മനുഷ്യനെയും കാണുന്നുമില്ല. ആരോ കുടലിൽ പിടിച്ചു വലിക്കുന്നുണ്ട്. ആരാണത്? മുത്തുനബി നിറഞ്ഞ കണ്ണുകളോടെ ആ കുരുന്നു കൈകളെ കണ്ടു. തൻ്റെ കരളിന്റെ കഷ്ണം ഫാത്തിമ. പൊന്നുമോൾക്ക് അതെടുത്ത് കളയാനാകുമോ? കഅബയുടെ സമീപത്ത് പറന്നിരുന്ന പറവകൾ ഈറനണിഞ്ഞ കണ്ണുകളോടെ നിസ്സഹായതയോടെ നോക്കി നിന്നു. ഒരു നിമിഷം ഞാനൊന്നു കടലിൽ വീണിരുന്നെങ്കിൽ എന്ന് പകലോനും ചിന്തിച്ചു. തൻ്റെ മാർത്ത് വെച്ച പുണ്യനബി പരിഹാസ്യനായി മാറിയത് ഭൂമിക്ക് സഹിച്ചില്ല. ആകാശലോകത്തെല്ലാവരും മൂകതയിലാണ്. പതിയെ പതിയെ വലിച്ച് കുടൽമാല ഫാത്തിമ ബീവി നിലത്തിട്ടു. ആശ്വാസത്തോടെ പ്രിയ ഹബീബ് തലയുയർത്തി. ബീവി കുറച്ച് വെള്ളം കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി. ഖുറൈശികളോട് ഉറച്ച ശബ്ദത്തിൽ അലറി. ശക്തമായി താക്കീത് നൽകി. കണ്ണിൽ നിന്ന് പ്രതികാര അഗ്നിയായി കണ്ണുനീർ രൂപാന്തരപ്പെട്ടു. അവരപ്പോഴും ചിരിയിലാണ്. നാലാളുടെ മുന്നിൽ വെച്ച് അൽ അമീനിനെ മാനം കെടുത്തിയ സന്തോഷത്തിൽ മുത്തുനബി അള്ളാഹുലേക്ക് കരമുയർത്തി. നാദാ, ഇവരെ ഞാൻ നിന്നിൽ ഏൽപ്പിക്കുന്നു. പ്രിയ ഹബീബിന്റെ പ്രാർത്ഥന നാഥൻ കേൾക്കാതിരിക്കുമോ? ഇല്ല. ബദറിന്റെ രണഭൂമിയിൽ ഇവരെല്ലാം കാലുപുരി തൊട്ടു. പ്രിയരെ, ഇത്രയൊക്കെ ത്യാഗങ്ങൾ സഹിച്ചാണ് മുത്തുനബി പരിശുദ്ധതൻ നമ്മിലേക്ക് പകർന്നത്. നാം അതിൻ്റെ ധ്വജവാഹകരാണ്. എല്ലു മുറിയുന്ന വേദനകളിലും അവർ സഹിച്ച ത്യാഗങ്ങൾ, സഹനങ്ങൾ നമ്മുടെ ഓർമ്മകളെ തട്ടി ഉണർത്തട്ടെ. ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.